നമ്മൾ ചെയ്യാൻ പോകുന്നത് Realme 6 എന്ന ഫോൺ റിവ്യൂ ആണ്. നിങ്ങളൊരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ റിവ്യൂലോട്ട് കിടക്കാം. സിം എജക്ട് ചെയ്യാനുള്ള ടൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കേസ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സും ഉണ്ട്. ഇതാണ് നമ്മുടെ മൊബൈൽ. ചാർജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 വാട്ട്സിൻ്റെ വോക്ക് ചാർജറാണ് വരുന്നത്. നല്ല ഫാസ്റ്റ് ചാർജറാണ്. നമുക്ക് 4300 mAh ആണ് ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാറ്റ സിങ്കിനും ചാർജിങ്ങിനുള്ള കേബിളാണ്. USB Type-C കേബിളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ആണെന്ന് തോന്നും, പക്ഷേ ഇത് ഗ്ലാസ് അല്ല, പോളികാർബണേറ്റ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഫോൺ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. നമ്മൾ കവർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫോൺ പെട്ടെന്ന് വൃത്തികേടായി പോകും. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ച് വരുന്ന ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഫോണിൽ 90 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് നമുക്ക് വരുന്നത്. ഫോണിൽ നമുക്ക് 6 GB ആണ് റാം വരുന്നത്. അതുപോലെ തന്നെ 64 GB ആണ് മെമ്മറി വരുന്നത്. ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 64 MP മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 8 MP വരുന്ന വൈഡ് ആംഗിൾ ലെൻസും 2 MP വരുന്ന മോണോക്രോം ലെൻസും അതുപോലെ തന്നെ 2 MP വരുന്ന മാക്രോ ലെൻസുമാണ് വരുന്നത്. നമുക്ക് സെൽഫി ക്യാമറ വരുന്നത് 16 MP ആണ്. നമുക്കിതിൽ 2 സിമ്മും ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മെമ്മറിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സിമ്മിൻ്റെ കാര്യത്തിലോ യാതൊരു പ്രശ്നവുമില്ല. ഫോണിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 10 വരുന്നത്. നമുക്ക് 6 GB ആണ് റാം വരുന്നത്. അതുപോലെ തന്നെ 64 GB മെമ്മറിയിൽ നമുക്ക് ഏകദേശം 51 GB അവൈലബിൾ ആണ്. ഫോണിൽ നമുക്ക് USB Type-C കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. നമുക്ക് ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത് ഈ പവർ ബട്ടണിലാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ അൺലോക്ക് ആകും ഫോൺ. ഫേസ് അൺലോക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റാണ്. നല്ല ആക്യുറേറ്റ് ആയിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. 64 MP ആണ് മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ വരുന്നത് 16 MP ആണ്. നമുക്ക് ലഭിക്കുന്ന സെൽഫീസൊക്കെ വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയിൽ എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസും വളരെ മികച്ചതാണ്. വൈഡ് ആംഗിൾ ലെൻസിൽ നമുക്ക് ഫോട്ടോസ് കൂടാതെ വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഫോണിലെടുക്കുന്ന മാക്രോ ഷോട്ടുകളാണ്. നമുക്ക് സൂം ചെയ്താലും ക്വാളിറ്റി നഷ്ടപ്പെടാത്ത വളരെ മികച്ച രീതിയിലുള്ള ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ആക്കിയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മാക്രോ ഷോട്ടുകളായിക്കോട്ടെ, നമുക്ക് ലഭിക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല ഡെപ്തുള്ള ഫോട്ടോസാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോണിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഫോണിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്താണ്. നമുക്ക് യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് 90 Hz ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ് സെറ്റ്. നമുക്ക് വെയിലൊക്കെ ഉള്ളപ്പോൾ യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്ന കാര്യങ്ങളൊന്നും ഇല്ല. വ്യൂയിങ് ആംഗിൾസ് ഒക്കെ ഓക്കെയാണ്, യാതൊരു പ്രശ്നമില്ല. നമുക്ക് ഇതിനകത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. സാധാരണ ചില റിയൽമി ഫോണുകളിൽ നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് സെൻസറിലൊക്കെ ചില കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ഫോണിൽ നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് സെൻസർ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ റിയൽമിയുടെ ഫോണുകൾ ചിലരെടുക്കാത്തത് അതിൻ്റെ ഒരു UI കാരണമാണ്. നമുക്ക് നേരത്തെ റിയൽമിയുടെ ഫോണുകൾ വന്നുകൊണ്ടിരുന്നത് കളർ വോയിസ് എന്ന് പറഞ്ഞ വോയിസ് ആണ്. എന്ന് വെച്ചാൽ ഒരു വൃത്തികെട്ട വോയിസ് ആണ് കാര്യം പറയുന്നത്. നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ നിറയെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഫോണിലൊക്കെ വരുന്നത് റിയൽമി UI എന്ന് പറയുന്ന UI ആണ്. നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള സ്റ്റോക്ക് ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ അതേ ലുക്കിൽ തന്നെയാണ് ഫോൺ വരുന്നത്. എന്നാൽ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. നമുക്ക് റിയൽമിയുടെ ആയാലും റെഡ്മിയുടെ ആയാലും ഫോണുകൾ ഉപയോഗിക്കേണ്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് പരസ്യങ്ങൾ കയറി വരുന്നതാണ്. അവിടെ എവിടെയൊക്കെ ആയിട്ട് എന്തെടുത്താലും പരസ്യങ്ങൾ വരും. അങ്ങനെ പരസ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ റിയൽമി UIക്കകത്ത് ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ അഡീഷണൽ സെറ്റിംഗ്സ് ഉണ്ട്. അഡീഷണൽ സെറ്റിംഗ്സ് തന്നെ ഗെറ്റ് റെക്കമെൻഡേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ഉള്ള ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. വളരെ ഫാസ്റ്റാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി, ആ നിമിഷം തന്നെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ആവുന്നുണ്ട്. സാധാരണഗതിയിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒന്നിലേ വരുന്നത് ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ തന്നെയാണ്, ഈ പവർ ബട്ടൺ വരുന്ന സ്ഥലത്ത്. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൈ വെക്കുന്ന സ്ഥലമാണ്. ജസ്റ്റ് ഫോണിൽ നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ അൺലോക്ക് ആവും. ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഹീലിയോ G90T എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. ഒരു 15,000 ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ, ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നോക്കാവുന്ന നിങ്ങൾക്ക് 2 മോഡലാണ്. ഒന്ന് പോക്കോ M2 പ്രോയും പിന്നെ ഈ ഫോണും. നമ്മൾ ഈ പോക്കോ M2 പ്രോയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് ഈ ഫോണാണെന്ന് തോന്നുന്നത്. ഈ ഒരു ഗെയിമിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള പ്രോസറാണ്. നമുക്ക് ഹീറ്റിംഗ് കാര്യങ്ങളോ അങ്ങനെ ഓവറായിട്ട് ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഗെയിം കളിക്കുമ്പോൾ ചെറിയ ഹീറ്റ് ഉണ്ട്. സാധാരണ ഗെയിമിങ്ങിലൊന്നും യാതൊരു പ്രശ്നം കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. പക്ഷേ PUBG ഒക്കെ നമ്മളൊരു ഹൈ ഗ്രാഫിക്സ് കളിക്കുമ്പോൾ ചെറിയൊരു ഹീറ്റിംഗ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ അത് ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. നമുക്ക് സാധാരണ എല്ലാ ഫോണിലും ഉണ്ടാകുന്ന ഹീറ്റിംഗ് അത്ര തന്നെ ഉള്ളൂ. നമുക്ക് ഫോണിലെ നെറ്റ്വർക്ക് റിസപ്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ കോൾ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾ വിളിക്കുമ്പോൾ നമ്മുടെ സൗണ്ടിന് ക്വാളിറ്റിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്ന് വൈഫൈ ആണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലോ യാതൊരു പ്രശ്നം കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇതിനകത്ത് വരുന്ന വോക്ക് ചാർജിങ് ആണ്. നമുക്ക് 30 വാട്ട്സിൻ്റെ വോക്ക് ചാർജിങ് ആണ് വരുന്നത്.
നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റിനുള്ളിൽ നമുക്ക് ഫോൺ ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് 4300 mAh ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററിയുടെ ഒരു എഫിഷ്യൻസിയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെവി ഗെയിമറാണ് അല്ലെങ്കിൽ ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ യൂസേജിനുള്ള ബാറ്ററിയും കാര്യങ്ങളും കിട്ടും. അല്ല ഒരു നോർമൽ യൂസറാണ്, സാധാരണ വാട്സാപ്പ് ഫേസ്ബുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള ഗെയിമിങ്ങും കാര്യങ്ങൾ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കും, അങ്ങനെയുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ദിവസം ഷൂറാണ്. ഒരു ദിവസം 1.5 ദിവസം ഷൂറാണ്. നമുക്കിതിനകത്ത് 30 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ തരുന്നതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റത്തെ ചാർജ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ യൂസ് ചെയ്യാനുള്ള ബാറ്ററി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് ഒരു ഇഷ്യൂ അല്ല ഇതിനകത്ത്. പിന്നെ ഇതിന്റെ സ്പീക്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഒരു എബോ ആവറേജ് സ്പീക്കർ, അത്രേ ഉള്ളൂ. അങ്ങനെ വലിയ ലൗഡൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് വരുന്നത്. പിന്നെ ഫോണിന്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 64 മെഗാപിക്സലാണ് മെയിൻ ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ 8 മെഗാപിക്സൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വൈഡ് ആംഗിൾ ലെൻസിൽ നമുക്ക് വീഡിയോയും ഷൂട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് 64 മെഗാപിക്സൽ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് വളരെ മികച്ച ഫോട്ടോസാണ് എടുക്കുന്നത്. പിന്നെ ക്യാമറയുടെ ഒരു പോരായ്മയായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ് അത്ര മികച്ച ഫോട്ടോസ് എനിക്ക് തോന്നിയില്ല. പക്ഷേ അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫോട്ടോ ആണ് കിട്ടുന്നത്. നമുക്ക് റിയൽമിയുടെ എല്ലാ ഫോണിലും ഉള്ള പോലെ തന്നെ ഫോട്ടോസൊക്കെ നമുക്ക് കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഈ ഒരു 15000 പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള ഫോണിലോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫോട്ടോസിൽ നമുക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു 15000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് വരുന്നത് പോക്കോ M2 Pro വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ്മി നോട്ട് 9 Pro ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ ഇതായിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്, അതും 30 വാട്ട്സിന്റെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നമുക്ക് 90 ഹെർട്സിന്റെ സൂപ്പർ ഡിസ്പ്ലേ വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹോൾ പഞ്ചോടുകൂടി ഡിസ്പ്ലേ വരുന്നുണ്ട്. നിങ്ങൾ 15000 പ്രൈസ് റേഞ്ചിൽ താഴെ ഗെയിമിങ്ങിനായിട്ടൊരു ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫോണുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മികച്ച ഓപ്ഷൻ ഇത് തന്നെയാണ്. അത്യാവശ്യം ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രോസറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ റിയൽമി 600 ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു ഫോണിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.